സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷന്റെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആക്ടിവേറ്റ് ആവും. എന്തോന്ന് പോസ്റ്റ് സെൻട്രൽ ഗൈറസ്? ഈ പറഞ്ഞ സാധനം എന്താണെന്നറിയാവോ? വലിയ പിടുത്തമൊന്നും ഇല്ല. പിന്നെ ഇതേപോലെ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ എന്തെങ്കിലും കനത്തിന് പറയണ്ടേന്ന് വിചാരിച്ചു. പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊമാറ്റിക് സെൻസേഷൻ, അതായത് ടച്ച്, പ്രഷർ, ടെമ്പറേച്ചർ, ഇങ്ങനത്തെ സെൻസേഷൻസ് പ്രോസസ് ചെയ്യുന്ന സ്ഥലമാണ്. അതും കാഴ്ചയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ വിഷ്വൽ സെൻസേഷൻസ് പ്രോസസ് ചെയ്യുന്നത് ഓക്സിപിറ്റൽ ലോബാണ്. സെക്ഷൽ അറൗസൽ ഉണ്ടാക്കുന്ന ഇത് രണ്ടുമല്ല, ഹൈപ്പോതലാമസ് ആണ്. അതൊക്കെ പോട്ടെ, എന്ത് ചെയ്യുന്നു? ഞാൻ ബയോളജി സാർ. ഫാന്റാസ്റ്റിക്, താങ്ക് യു. അപ്പോൾ ഏതായാലും ഇത് നമ്മുടെ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിമന്റെ നഗ്നത കണ്ടാൽ പുരുഷന് ഈ പറഞ്ഞ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് പോലെയാണ് കാണുക. ഒബ്ജക്റ്റിഫിക്കേഷൻ ബ്രെയിനിൽ തന്നെ നടക്കും, ന്യൂറോളജിക്കലി തന്നെ ഒബ്ജക്റ്റിഫിക്കേഷൻ നടക്കും എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ ട്രോൾ ചെയ്തിട്ട് ഇറക്കിയ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വെച്ചാൽ നമുക്ക് വിയോജിപ്പുള്ളതിനോട് പ്രതികരിക്കുക എന്നുള്ളതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു മിനിമൽ ലെവലിലുള്ള ഒരു ചെക്കിങ് നമ്മൾ നടത്തൂലേ? ഇതൊരു വിഷയം ഇപ്പോൾ ഇതിനെ പരിഹസിക്കാനാണ് തീരുമാനിച്ചത്. റീൽ എടുക്കണല്ലോ, റീൽ എടുക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് വിടുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന്, അതായത് ഞാൻ എന്താ പറഞ്ഞത്, അതായത് വിമനെ ന്യൂറോളജിക്കലി തന്നെ ബ്രെയിൻ തന്നെ സെക്സ് ഒബ്ജക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു അത്തരത്തിലുള്ള പഠനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പഠനം വല്ലതും ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യെങ്കിലും വേണ്ടേ? അതാണല്ലോ പോയിന്റ്. അപ്പോൾ അതുപോലും ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് നമുക്ക് യഥാർത്ഥത്തിൽ പ്രതികരണം ഒന്നും അർഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ജസ്റ്റ് ഒന്ന് ഈ റിസർച്ചുകൾ സെർച്ച് ചെയ്യാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. വുമൺ ആസ് സെക്സ് ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ നേക്കഡ്നെസ് ആൻഡ് ഒബ്ജക്റ്റിഫിക്കേഷൻ, എന്തെങ്കിലും ഒന്ന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് കീവേഡ് കൊടുത്താലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് റിസർച്ചുകൾ കിട്ടുന്ന, സ്റ്റഡീസ് കിട്ടുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിൽ ഏത് സംവിധാനത്തിനുള്ളിൽ ഏറ്റവും സിമ്പിളി എന്താ പറയുക, നമ്മൾ ഗൂഗിളിന്റെ സംവിധാനം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ പോലും കിട്ടുന്നുണ്ട്. ഇനി ഗൂഗിൾ സ്കോളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതിൽ മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടം പോലെ സ്റ്റഡീസ് കിട്ടും. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ്. ശരിക്കും സീരിയസ് നിങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. അതായത് സ്ത്രീകളുടെ നഗ്നത കാണുമ്പോൾ പുരുഷന്റെ മനസ്സിൽ ഒബ്ജക്റ്റിഫിക്കേഷൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ കേട്ടോ. മാത്രമല്ല, ഇതിൽ ഞാൻ പറഞ്ഞ ഒരുപാട് സ്റ്റഡീസ്, സയന്റിഫിക് അമേരിക്കനിലാകട്ടെ, അതുപോലെ തന്നെ സൈക്കോളജി ടുഡേയിലാകട്ടെ, ഇങ്ങനെയുള്ള എല്ലാത്തിലും ഒരുപാട് വെബ്സൈറ്റ്സിൽ പല സ്റ്റഡീസ്, ഒരു സ്റ്റഡി അല്ല, പല സ്റ്റഡീസ് ഇതിനെ കോട്ട് ചെയ്തുകൊണ്ട് പല ആർട്ടിക്കിൾസ് അതിൽ അവൈലബിൾ ആണ്, സ്റ്റഡീസ് അവൈലബിൾ ആണ്, സ്റ്റഡീസിൻ്റെ PDF കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. ഏതും നിങ്ങൾക്ക് നോക്കാവുന്ന അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ ഇങ്ങനെയൊക്കെ ട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു നിലവാരം എത്ര എന്നുള്ളത് ഞാൻ ജസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റഡി ഇതാണ്. അതായത് പിന്നെ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ആ ഒരു ടെലിവിഷൻ ഷോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അക്കാദമിക് ചർച്ചൻ്റെ ഒരു ഇതല്ല. അവിടെ നമ്മൾ ഏതെങ്കിലും അക്കാദമിക്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, ആ നിലക്ക് ഡെപ്തിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്തേക്ക് ഒച്ചപ്പാട് തുടങ്ങും. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ വളരെ ചുരുക്കി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാന്നുള്ളത്. ഞാൻ പറഞ്ഞ അതേ കാര്യം സൂസൻ ഫിസ്കയുടെ പഠനമാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ പഠനത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ പറഞ്ഞ ഈ ഓരോ ഭാഗങ്ങൾ ആക്ടിവേറ്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുണ്ട്. അതിൽ ഈ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത്, ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ബ്രെയിനിൽ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ ഒരു ഏരിയക്ക് ഒറ്റ ഫംഗ്ഷൻ അല്ല ഉള്ളത്. അതായത് ഇദ്ദേഹം ചിലപ്പം ChatGPTയിലോ ഗൂഗിളിൽ അങ്ങനെ അടിച്ചത് പോസ്റ്റ് സെൻട്രൽ ഗൈറസ്, ടച്ച്, ടെമ്പറേച്ചർ, ഇത് മാത്രം. ഇങ്ങനെയല്ല ബ്രെയിൻ വർക്ക് ചെയ്യുക. ബ്രെയിനിൽ ഓരോന്നിനും എല്ലാം കണക്റ്റഡ് ആയിട്ട് വളരെ കോംപ്ലക്സ് മെക്കാനിസമാണ് ബ്രെയിൻ്റേത്. അപ്പോൾ ഈ വിഷൻ വഴി ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് വിഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്തായിട്ട് ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ സ്റ്റഡീസിലെല്ലാം പറയുന്നത് വെച്ചാൽ, ഈ വസ്ത്രം കുറഞ്ഞ സ്ത്രീകളെ കാണുമ്പോൾ ഒരു ആത്മാവുള്ള മനുഷ്യനായിട്ടല്ല പ്രോസസ്സ് ചെയ്യുക, മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റുകളായിട്ടാണ്, എന്നുവെച്ചാൽ അവരെ എന്തോ വസ്തുവിനെ കാണുന്നത് പോലെയാണ്. പല സ്റ്റഡീസിലും പല എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവറിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ എക്സാമ്പിൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള എന്തോ ഒരു സാധനം യൂസ് ചെയ്യാനുള്ള ലഭ്യമായതുപോലെയാണ് ഫീൽ ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിന് പല സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ആയാലേ ഈ സംഭവം നടക്കുള്ളൂ. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒരു സ്വിച്ച് ഇട്ട മാതിരി ഹൈപ്പോതലാമസ്, സെക്സ്, അതേപോലെ തന്നെ ഓക്സിപിറ്റൽ ലോബ്, വിഷൻ, അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇത് വലിയൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ന്യൂറോളജിക്കൽ. ഓക്സിപിറ്റൽ ലോബ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യത്തെ കാണാനോ പെർസീവ് ചെയ്യാനോ കഴിയില്ല. പാരറ്റൽ ലോബ് മാത്രം ഉണ്ടെങ്കിൽ സാധനം കൃത്യമായിട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ആ കേൾവിയെ മനസ്സിലാക്കാനോ കഴിയില്ല. ഹൈപ്പോതലാമസ് മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തെ, സെക്ഷലി ഹൈപ്പോതലാമസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ
എത്ര എണ്ണം ഉണ്ട് എന്നുള്ള നമ്മൾ ആലോചിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും വിശാലമായ ഡ്യൂട്ടീസ് അതിനുണ്ട്. ആ ഡ്യൂട്ടീസിന് അത് മാത്രം പോരേനും. അപ്പോൾ അത് വളരെ വിശാലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അതിനിപ്പോൾ ഗൂഗിളിൽ ചോദിച്ചാൽ തന്നെ, ഗൂഗിളിനോട് ചോദിച്ചാൽ തന്നെ ഇത് പറഞ്ഞുതരും. ഓക്കെ, രണ്ടാമത്തത് ഇതിലെല്ലാത്തിനും പോസ്റ്റ് സെൻട്രൽ ഗൈറസിന് അടക്കം അതിൽ ഇതുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മളിപ്പോൾ ആ ഒരു ചർച്ചയിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ചർച്ചയിൽ പറയുമ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റീരിയർ മീഡിയൽ ടെമ്പറൽ ഗൈറസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒബ്ജക്റ്റിഫിക്കേഷന് വരുന്നത്. പക്ഷേ എന്താ വെച്ചാൽ ആ പെട്ടെന്ന് പറയുമ്പോൾ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ഉണ്ട്, ശരിയാണ്, പോസ്റ്റീരിയർ മീഡിയൽ സെൻട്രൽ ഗൈറസ് ഉണ്ട്, പ്രീമോട്ടൽ കോർട്ടക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് മൊത്തം ഞാൻ ഇവിടെ പോസ്റ്റീരിയർ മീഡിയൽ സെൻട്രൽ ടെമ്പറൽ ഗൈറസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വെച്ചപ്പോൾ തുടങ്ങിയിട്ട് കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പറയുമ്പോൾ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്നുള്ള ഒരു ഇത് പറഞ്ഞാൽ അത് മാത്രം പറഞ്ഞു. അതിനൊപ്പം പറയേണ്ട ബാക്കി കാര്യങ്ങളുടെ കുറച്ചുകൂടി ശരിയാണ്, കുറച്ചുകൂടി അക്കാദമിക്കിലേക്ക് വേണമെങ്കിൽ കീറി മുറിക്കാം. അക്കാദമിക് ഡിസ്കഷൻ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഇരിക്കണമെങ്കിൽ ഇരിക്കാട്ടോ, അക്കാദമിക് ഡിസ്കഷൻ ഇരിക്കാം. ഇങ്ങനെ ഒബ്ജക്റ്റ് ആയിട്ട് പുരുഷൻ സ്ത്രീയുടെ ന്യൂഡിറ്റിയെ, സ്ത്രീയുടെ ശരീരത്തെ പെർസീവ് ചെയ്യോ ഇല്ലയോ, ബ്രെയിൻ അല്ലെങ്കിൽ ബയോളജി എന്ത് പറയുന്നു, ബയോളജിസ്റ്റർ വരും, ബയോളജി എന്ത് പറയുന്നു നമുക്ക് നോക്കാം. സൈക്കോളജിയിൽ അതെങ്ങനെയാണ് ഒരാളുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് അക്കാദമിക് സ്റ്റഡീസ് അവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇത്തരത്തിലൊരു കലബിലെ ഡിസ്കഷൻ നടക്കുന്നതിനിടയിൽ നമ്മൾ പറയുമ്പോൾ അതിലൊരു ഹയറാർക്കിക്കലി ഒരു 4 ബ്രെയിൻ ഏരിയാസ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹയറാർക്കിക്കലി 3ാമത്തെ ബ്രെയിൻ ഏരിയ അതതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സാധനം, അതാണ് ഫസ്റ്റ് പറഞ്ഞത്. സോ അതാണ് നിങ്ങളെ മെയിൻ പ്രശ്നം. എന്താണ് ഞാൻ പറയുന്നത്, ഈ അക്കാദമിക് ഡിസ്കഷന് കുറച്ച് ബുദ്ധിയുള്ള, അല്ലെങ്കിൽ സയൻസുമായി എന്തെങ്കിലും പിന്നെ വഴിയിലൂടെ പോയ എന്തെങ്കിലുള്ള ആൾക്കാരെ അക്കാദമിക് ഡിസ്കഷൻ വരില്ല. കാരണം ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇത് നമ്മൾക്ക് പല ആളുകളും ഈ സയൻസ് മേഖലയിലുള്ള പല ആളുകളും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഈ കാര്യത്തെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. ഇതുപോലുള്ള കുറച്ച് ഗൂഗിൾ സ്കോളേഴ്സാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലാതെ വന്നത്. അപ്പോൾ എനിവേ ഇത് നമ്മൾ അതിൽ സംഭവിച്ചത് കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ പോസ്റ്റീരിയർ മീഡിയൽ ടെമ്പറൽ ഗൈറസ് എന്നുള്ളത് പോസ്റ്റ് സെൻട്രൽ ഗൈറസ്, നമ്മൾ ഈ മെഡിക്കൽ സ്റ്റഡീസ് നടത്തുമ്പോൾ നമ്മൾ ഈ പോസ്റ്റ് എന്നുള്ള എഴുതിയിട്ട് അങ്ങനെയാണ് എഴുതുക നമ്മൾ. അതായത് പോസ്റ്റീരിയർ എന്നുള്ള പോസ്റ്റ്, മീഡിയൽ എന്നുള്ളത് മിഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മെഡിക്കൽ സ്റ്റഡീസിൽ ഉള്ള ആളുകൾക്ക് അറിയാം, അങ്ങനെ എഴുതും. അപ്പോൾ അതുകൂടി നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വലിയ ഇത്രയും ബഹളത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് അങ്ങനെ ആ ഒരു എഴുത്ത് കൂടി ഓർമ്മ വന്നുകൊണ്ടാണ് പെട്ടെന്ന് പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് വന്നു പോയിട്ടുള്ളത്. അപ്പോൾ എനിവേ പോസ്റ്റീരിയർ മീഡിയൽ ടെമ്പറൽ ഗൈറസ് ആണ്. അതിൽ കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ പ്രീമോട്ടൽ കോർട്ടക്സും പോസ്റ്റീരിയർ മീഡിയൽ ടെമ്പറൽ ഗൈറസും ആണ് ആ ഏരിയാസാണ് കൂടുതലായിട്ട് ആക്ടിവേറ്റ് ആകുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ഇതിൽ അത്രയും വലിയ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റഡീസ് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ നോക്കാം. ഇതാണ് നമ്മുടെ ബ്രെയിൻ ഏരിയാസ്. അതിൽ നമ്മൾ പറഞ്ഞ ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ FMRI സ്കാനിങ് എടുത്താൽ ഇത്തരത്തിലുള്ള ലെസർ ഡ്രസ്സ് ഇട്ടിട്ടുള്ള, അല്ലെങ്കിൽ ശരീരം കൂടുതൽ എക്സ്പോസ് ആകുന്ന ഡ്രസ്സ് ഇട്ടിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ഭാഗങ്ങളും പ്രത്യേകമായി എടുത്തുകൊണ്ട് ഈ സ്റ്റഡീസ് മൊത്തം കംപ്ലീറ്റ്ലി PDF അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കൃത്യമായി അതിൽ ഓരോ ഏരിയ തിരിച്ചുകൊണ്ട് ഫ്യൂസിഫോം ഗൈറസ്, അതേപോലെ തന്നെ ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറസ്, ആൻറ്റീരിയർ സിംഗുലേറ്റ് ഗൈറസ്, ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അതിൽ ഓരോരുത്തും എന്ത് സംഭവിക്കുന്നു, റൈറ്റിൽ എന്ത് സംഭവിക്കുന്നു, ലെഫ്റ്റ് എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ ഇതൊക്കെ പഠനം അവൈലബിൾ ആണ്. ഇത് പറഞ്ഞാൽ ഞാൻ ഒറ്റ പഠനമാണ് പറയുന്നത്. ഇതുപോലെയുള്ള അനേകം പഠനങ്ങൾ ഇതേ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴാണ് നമ്മൾ പറയില്ലേ, ഒരു വലിയൊരു കടൽ മുന്നിലുണ്ടായിരിക്കെ പിന്നെ കണ്ണടച്ചുകൊണ്ട് ഇത് മരുഭൂമിയാണെന്ന് പറയുന്നത് പോലെയാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം സയൻസ്, ഞാൻ പറയല്ലോ, വഴിയിലൂടെ പോയ സയൻസിനെ കുറിച്ചുള്ള ഒരു പരിചയമെങ്കിലും ഉള്ള ഒരാൾ ഈ പിന്നെ ന്യൂറോളജിക്കലായിട്ടുള്ള ഒബ്ജക്റ്റിഫിക്കേഷനെ നിഷേധിക്കൂല. അതുകൊണ്ടാണ് ഇതിന് വേറൊന്നും അതിന് കൂടുതലായിട്ട് മറുപടി പറയാനൊന്നുമില്ല. നമോഭാഗം വേറൊന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ താല്പര്യങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിനും എതിരായ ഒരു സയൻസ് കേൾക്കുമ്പോൾ അതിലുള്ള ഏതെങ്കിലും വാചകങ്ങളിൽ പിടിച്ചിട്ടൊക്കെ കളിയാക്കാന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ നിലവാരം കാണിക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാനില്ല. അല്ല, അതിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആ പോയിന്റ് ക്ലിയർ ആണോ, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം സംഭവിക്കുന്നുണ്ടോ അല്ലെ എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അത് ഒബ്ജക്റ്റിഫിക്കേഷൻ നടക്കുന്നുണ്ടോ, ബ്രെയിനിൽ അങ്ങനെ ഏതെങ്കിലും ഏരിയാസ് ആക്ടിവേറ്റഡ് ആയിട്ട് അത്തരത്തിലൊരു പെർസെപ്ഷൻ ഉണ്ടാകുന്നുണ്ടോ, അത് നമ്മൾ ഒരു സോഷ്യൽ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത്തരമൊരു സോഷ്യൽ ഇഷ്യൂവിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ടും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അതിന് സയൻസിനെതിരാണെങ്കിലും അത് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഞാൻ അംഗീകരിക്കൂ എന്ന വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഇരുന്നോളൂ, പിന്നെ നിങ്ങൾ സയൻസ് പറയരുത്, അത്രേ ഉള്ളൂ. നിങ്ങൾ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ നിലപാട് ഇങ്ങനെ ആവർത്തിച്ച് പറയാമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇതാണ് നമ്മൾ ബ്രെയിനിൽ നടക്കുന്ന കാര്യം, ഇതാണ്. അതുകൊണ്ട് സയൻസ് പറയുന്നത് ഇങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്. അതാണ് സോഷ്യലി നടക്കുന്ന പല ഇഷ്യൂസിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് മനസ്സിലാക്കേണ്ട സാധനം. ഇത് കോംപ്രഹെൻഡ് മനസ്സിലാക്കേണ്ട സാധനമാണ്. സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു, അതിന് ബിഹൈൻഡ് ബയോളജിക്കലി ഇങ്ങനെ റീസൺസ് കാണുകയും ചെയ്യുന്നു. അത് നിങ്ങൾ സമ്മതിക്കാതൊന്നും കാര്യമില്ല, ഞങ്ങൾ സമ്മതിക്കില്ല, പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.